കേരളം ബി.ജെ.പിക്ക് ഒരു ബാലികേറാമല. അത് ശരിയാണ്. കേരളത്തിൽ ബി.ജെ.പിക്ക് കൂടുതൽ അക്കൗണ്ട് തുറന്ന നിയമസഭയിലെ ഒരു പ്രധാന കക്ഷിയായി മാറുവാൻ സാധിക്കില്ലേ? സ്വാഭാവികമായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 14 ജില്ലകളിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി കാര്യമായ രീതിയിൽ വോട്ട് വർധന ഉണ്ടാക്കുവാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ 4 ജില്ലകൾ ആലപ്പുഴ, തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട. അല്ലാതെ മറ്റ് ജില്ലകളിലും കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നേമം, തിരുവനന്തപുരം സെന്റർ, കഴക്കൂട്ടം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് അടങ്ങുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കാര്യമായ രീതിയിൽ സ്വാധീനം ചെലുത്തുവാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. പാലക്കാട്ടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അങ്ങനെ 20 മണ്ഡലങ്ങളിലുമായി പലയിടത്ത് മികച്ച നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ച ബി.ജെ.പി ഇപ്പോൾ കേരളം ഒരു ബാലികേറാ മലയല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇടതുകോട്ടകളിൽ നിന്ന് തങ്ങളിലേക്ക് ഒഴുകി വന്ന വോട്ടിന്റെ പ്രധാന കാരണം മനസ്സിലാക്കി അത്തരത്തിൽ പ്രവർത്തിക്കുവാനുള്ള തന്ത്രപരമായ നീക്കത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ് ബി.ജെ.പി. CPM കേന്ദ്രങ്ങളിലെ വോട്ടിംഗ് ഘടന പഠിക്കാൻ ബി.ജെ.പി കേരളത്തിൽ രാഷ്ട്രീയ നയമാറ്റത്തിനുള്ള നീക്കത്തിലാണ്. CPM കേന്ദ്രങ്ങളിലെയും രക്തസാക്ഷി ഗ്രാമങ്ങളിലെയും വോട്ടിംഗ് ഘടന പഠിക്കാൻ ബി.ജെ.പി കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായ വോട്ടൊഴുകി വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യൽ രീതി പഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവ് P.K. കൃഷ്ണദാസിനാണ് ചുമതല നൽകിയിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ നേതൃത്വത്തിനും റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പാറപ്രം, പിണറായി, കയ്യൂർ, കരിവള്ളൂർ, കാവുമ്പായി, തില്ലങ്കേരി, രാവണേശ്വരം, മടിക്കൈ, ഒഞ്ചിയം, പുന്നപ്ര തുടങ്ങിയ വിപ്ലവ ഭൂമികളിലെല്ലാം ബി.ജെ.പിക്ക് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ട് കൂടിയിട്ടുണ്ട്. CPM പ്രവർത്തകരുടെ ബി.ജെ.പി വിരുദ്ധ മനസ്സ് മാറിയതിന്റെ തെളിവായാണ് ഇതിനെ ബി.ജെ.പി വിലയിരുത്തുന്നത്. ബി.ജെ.പി CPM സംഘർഷം കുറഞ്ഞതാണ് ഇതിന് കാരണമെന്ന് മുതിർന്ന ബി.ജെ.പി നേതാവ് പറയുകയും ചെയ്യും. ഇടതു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വോട്ട് ചോർന്നതിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ നയം മാറ്റാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. കോൺഗ്രസ് ദുർബലപ്പെടുമ്പോൾ ബി.ജെ.പി വളരുമെന്ന പൊതുവിലയിരുത്തലിൽ നിന്ന് ഇടതു പാർട്ടികളുടെ തളർച്ച മുതലാക്കിയാൽ നേട്ടമുണ്ടാക്കാമെന്ന നിലപാടിലേക്കും മാറ്റം വന്നിട്ടുണ്ട് ബി.ജെ.പിക്ക്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര, വടക്ക് അടക്കമുള്ള 12 പഞ്ചായത്തുകളിൽ ബി.ജെ.പി LDF-നേക്കാൾ മുന്നിലെത്തിയിരിക്കുന്നു. ഈ പഞ്ചായത്തുകളാണ് സാമ്പിൾ പഠനത്തിനായി എടുത്തിരിക്കുന്നത്. CPM കേന്ദ്രങ്ങളിലും രക്തസാക്ഷി ഗ്രാമങ്ങളിലും ബൂത്ത്, പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലങ്ങൾ എന്നീ ക്രമങ്ങളിൽ ലഭിച്ച വോട്ടുകളുടെ താരതമ്യ പഠനമാണ് നടത്തുക. മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കളുടെ ബൂത്തുകളിൽ ബി.ജെ.പിക്ക് കിട്ടിയ വോട്ട് പഠന വിധേയമാക്കും. ഇത്തരം ചില ബൂത്തുകളിൽ ഇത്തവണ ബി.ജെ.പിക്ക് വർദ്ധിച്ച വോട്ടിന് തുല്യമായ വോട്ട് LDF-ന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിൽ CPM വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീണതായാണ് ബി.ജെ.പി വിലയിരുത്തുന്നത്. ബി.ജെ.പിക്ക് ഒരു അംഗത്വം പോലും ഇല്ലാത്ത ബൂത്തുകളിലും ഇത്തവണ വോട്ട് കിട്ടിയിട്ടുണ്ട്. വോട്ട് ചെയ്തവരെ കണ്ടെത്താനും അവർക്ക് അംഗത്വം കൊടുക്കുവാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അടിമുടി മാറ്റുവാനുള്ള തീരുമാനത്തിലാണ് ബി.ജെ.പി. കേരളത്തിലോടുള്ള നയം മാറ്റുക, കേരളത്തിൽ ഇടതുപക്ഷ കോട്ടകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വോട്ടിന്റെ ഉറവിടം കണ്ടെത്തുക, അവരെ കണ്ടെത്തി അവരെ പാർട്ടിയുടെ അംഗത്വം നൽകി ആ വോട്ടുകൾ ഉറപ്പിക്കുക. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരും, ആലപ്പുഴയും, പാലക്കാടും, പത്തനംതിട്ടയും, തൃശൂരും, തിരുവനന്തപുരവും അങ്ങനെ സാധ്യതകളേറെയുള്ള ജില്ലകളിൽ നിന്നെല്ലാം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് കൊണ്ടുവരുന്നതിന്റെ ആദ്യ ചുവട് വെച്ചിരിക്കുകയാണ് ബി.ജെ.പി. ഇനി കണ്ടറിയണം ചരിത്രത്തിൽ O രാജഗോപാലിന് ശേഷം ബി.ജെ.പിയിൽ നിന്ന് എത്ര MLA-മാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയ്ക്കുള്ളിൽ കടന്നുകൂടുമെന്ന്. അങ്ങനെ ബി.ജെ.പി കടന്നുകൂടിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ആര് മന്ത്രിസഭ രൂപീകരിക്കുമെന്ന്, ആ മന്ത്രിസഭയിൽ ബി.ജെ.പിക്ക് എന്ത് സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.